കേവലം 60 രൂപയ്ക്ക് ഒരു അടിപൊളി എക്സ്പോർട്ടോ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ മാർച്ച് 30 മുതൽ തുടങ്ങുന്ന ഫോർട്ട് കൊച്ചിൻ ഫെസ്റ്റ് 2025 എന്ന എക്സ്പോയെ കുറിച്ചാണ് ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ആഫ്രിക്കൻ പൈത്തൺ, അതുപോലെ തന്നെ ഇഗ്വാന, അതുപോലുള്ള നിരവധി ആനിമൽസും അതുപോലെ തന്നെ നിരവധി പക്ഷി മൃഗാദികളെല്ലാം നമ്മുടെ ഈ ഫെസ്റ്റിലുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും പറത്തങ്ങ് വിട്ടേക്കോട്ടോ. അതോടൊപ്പം തന്നെ പിള്ളേർക്ക് അടിച്ച് പൊളിക്കാനായിട്ടൊരു കിഡ്സ് അമ്യൂസ്മെന്റ് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രുചികരമായിട്ടുള്ള കൊച്ചിയുടെ തനതായിട്ടുള്ള ശൈലിയിലുള്ള നല്ല രുചിഭേദങ്ങളോട് കൂടിയുള്ള ഫുഡ് കോർട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാ ദിവസവും നല്ല അടിപൊളി മ്യൂസിക് ഷോസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ സംഭവം പൊളിയല്ലേ? കാശ്മീരിൽ തീവ്രവാദാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച മുഖ്യമന്ത്രി. കേരളം കൂടെയുണ്ട് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ ഭാര്യ ഷീലയെ ആശ്വസിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേർപാടിന്റെ മൗനം ഖനീഭവിച്ചു നിന്ന ഇടപ്പള്ളി മങ്ങാട് നീരാഞ്ജനത്തിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തിയത്. ഭീകരരുടെ ആക്രമണത്തിൽ അച്ഛന്റെ ജീവൻ പൊലിഞ്ഞപ്പോഴും പകച്ചു നിൽക്കാതെ വിപതി ധൈര്യത്തോടെയും ആപത്ഘട്ടത്തിൽ സഹായിച്ചവർക്ക് കൃതജ്ഞതയോടെയുമായിരുന്നു രാമചന്ദ്രന്റെ മകൾ ആരതി പ്രതികരിച്ചത്. ഈ ധൈര്യം ദുഃഖകാലത്തെ മറികടക്കാൻ തുടർന്നും പ്രേരണയാകട്ടെ എന്ന് കുടുംബത്തെ ആശ്വസിപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. രാമചന്ദ്രന്റെ മകൻ അരവിന്ദ്, മരുമക്കൾ ശരത്, വിനീത എന്നിവരെയും മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. കൊച്ചുമക്കളായ ധ്രുപദിനെയും കേദാറിനെയും അടുത്തു വിളിച്ച് സ്കൂൾ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.